അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രായ ആൾക്കാർ വീണിട്ട് എല്ല് പൊട്ടി പലപ്പോഴും സർജറി വേണ്ടി വരും. സർജറി പറയുമ്പം തന്നെ എൻ്റെ കൂടെ വന്നവർ പറയാം, മാക്കിപ്പോൾ 90 വയസ്സായി, ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മളെന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാന്നുള്ളൂ. പക്ഷെ സാധാരണ ഈ പ്രായ ആൾക്കാർ വീണാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ കിടപ്പിലായി പോയാൽ ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടി വരിക ചെയ്യുക. ഒരു ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കൂല. അപ്പം നിങ്ങൾക്കൊന്ന് വയറ്റിന്ന് പോയാൽ അത് ക്ലീനാക്കണമെങ്കിൽ പാമ്പേഴ്സ് കെട്ടണമെങ്കിൽ അല്ലെങ്കിൽ ക്ലീനാക്കാൻ പോലും ആ കാലനക്കാൻ വേദന ആയിരിക്കും. അപ്പോൾ രോഗി എത്രയും പെട്ടെന്ന് ഇരുത്താനും ചെരിച്ചിടത്താനും ഇതൊക്കെ വേദന ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകാനാണ് സർജറി ചെയ്യുന്നത്. അപ്പം അങ്ങനെ സർജറിക്കായി ഡിസ്ചാർജായി പോകുമ്പോൾ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന, ഇപ്പോൾ ഒരു ദിവസം ഒരു ഉമ്മ എന്നോട് പറയണം, മോനെ ഇന്നെപ്പോൾ ഡിസ്ചാർജ് ആക്കണ്ടായിരുന്നു. ഉമ്മയാണ്, സാധാരണ പേഷ്യൻസ് അങ്ങനെ പറയില്ല. ഉമ്മ പറഞ്ഞു ഇന്നെപ്പോൾ ഡിസ്ചാർജ് ആക്കണ്ട. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇവിടുന്നാണ് പോയ പോലെ സ്ഥലം വിടും. ഉമ്മ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഈ കാണുന്ന ഇപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെ അപ്പുറപ്പുറം നിന്ന് ഭയങ്കര മത്സരം അവിടെ. ഇന്നലെ പെരീക്കൊണ്ടാക്കിയാൽ പിന്നെ എല്ലാവരും സ്ഥലം വിടും. അതുകൊണ്ടൊക്കെ തീരുമാനമായിട്ട് ഞാൻ പോകണുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ നമ്മളെ ഉമ്മയാണ് വാപ്പയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു മുഖമുള്ളൂ. അവസാനത്തെ വീഴ്ചകളായി കൂടെ അങ്ങനെ അധികം ഓരോ കോംപ്ലിക്കേഷനായിട്ട് അധികം ആൾക്കാർ മരിച്ചു പോകും. അപ്പം നല്ലൊരു ചാൻസാണ്. അപ്പോൾ ഒന്ന് നമ്മൾ നല്ലൊരു കെയർ വീട്ടിലെത്തിയാൽ കൊടുക്കണം. അതിൽ 2 രൂപത്തിലുള്ള കെയറാണ് നമ്മളിവിടെ നാട്ടിൽ കാണുന്നത്. ഒന്നെന്താ വെച്ചാൽ ഉമ്മാനൊന്നും ചെയ്യാൻ സമ്മതിക്കൂല. ആ കൊണ്ടുപോയി കടത്തിയിട്ട് പിന്നെ ഉമ്മാനെ അടുത്ത 2 ആഴ്ച തുന്നെടുക്കാൻ 1.5 മാസം കഴിഞ്ഞിട്ട് റിവ്യൂവിന് വരുമ്പം അതേമാതിരി ആംബുലൻസിലോട്ട് കൊണ്ടുവരും. മസിലൊക്കെ ശോഷിച്ച് ഒന്നിനും പറ്റാത്തൊരു ഉമ്മ അങ്ങനെ ബോധം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള, ഇപ്പം നമ്മൾ സർജറി ചെയ്യുന്ന എന്തിനാണ്? ഉമ്മാനെ ഇരുത്താനും ചെരിച്ചിടത്താനും ചില കേസിൽ ഉമ്മാനെ നടത്താനൊക്കെ പറ്റും. അപ്പം അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെ നടത്തേണ്ടത് എങ്ങനെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കണം. പിന്നെ ചില ആൾക്കാർ നോക്കാൻ നിൽക്കും. എന്നിട്ട് എന്താ വെച്ചാൽ ഉമ്മാക്ക് പ്രഷറല്ലേ, ഉപ്പെന്നെ തൊടിയിച്ചില്ല. എന്നിട്ട് 2ാമത്തെ ദിവസം ബോധം പോയി സോഡിയം കുറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് കൊണ്ട്. എന്നിട്ടൊരു ബൈസ്റ്റാൻഡർ ചോദിക്കുക എന്നോട്, കാഷ്വാലിറ്റി ഉമ്മാനെ കൊണ്ടുവന്നത് ബോധമല്ല, സോഡിയം കുറവാണ്. എന്നിട്ട് പോയി ചോദിക്കുന്നത് ഈ സോഡിയൊക്കെ എപ്പം ഉണ്ടായതാണ്. ഞാൻ സോഡിയൊക്കെ ആദ്യം ഉണ്ട്, പണ്ട് ബോധം പോയാൽ കരിമല്ലി കൊടുത്താണ് മരിപ്പിച്ചാലാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ മരിപ്പിച്ചാൽ പേപ്പറിൽ വരുന്നോണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരാണ് ഇങ്ങോട്ട്. അപ്പൊ പിന്നെ സോഡിയം നോക്കുമ്പോൾ സോഡിയം കുറവാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെ മരിപ്പിച്ചാൻ പറ്റൂല നിങ്ങൾക്ക് ഉമ്മാനെ, നമ്മളൊക്കെ ഇവിടെ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യുക ഉമ്മാനെ കൊണ്ടുപോകുമ്പോൾ സോഡിയം. അപ്പൊ എന്താ വെച്ചാല് പ്രഷർ കൂടുതലാണ്, ഉമ്മാക്ക് പ്രഷർ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഉപ്പ് തൊടിയിച്ചാതെക്കുക. അപ്പോൾ അതൊരിക്കലും ചെയ്ത്, പ്രത്യേകിച്ച് സോഡിയം കൂടുതൽ കൊടുക്കുകയാണ് വേണ്ടത്. നല്ലോണം ഉപ്പിട്ട് കഞ്ഞി കൊടുക്കാനാണ് ഡിസ്ചാർജ് ആകുമ്പോൾ. ഞാൻ പറയും ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഞാൻ പറയും ഒരാഴ്ചൻ്റെ ഉള്ളിൽ തിരിച്ചു വരാതെക്കാൻ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതേമാതിരി റബ്ബർ മന്ത് എറിഞ്ഞാൽ ഇങ്ങോട്ടന്നെ വരും. ഒന്ന്, ഉപ്പ് കുറയ്ക്കരുത്. പ്രഷർ കൂടിയടിച്ച് ഉപ്പ് കുറക്കരുത്. വേറെ ചില ആൾക്കാർ എന്താ വെച്ചാൽ സ്വന്തമായിട്ട് BP അപ്പാരറ്റസ് ഉണ്ടാവും. എന്നിട്ട് BP നോക്കിയിട്ട് ഉമ്മാൻ്റെ പ്രഷറിൻ്റെ ഗുളിക തൽക്കാലം കൊടുക്കണ്ട, പ്രഷറൊക്കെ ഇപ്പം നോർമലാണ്. കാലങ്ങളായിട്ട് BP ഗുളിക കുടിച്ചിരുന്ന ഉമ്മാക്ക് പിന്നെ പ്രഷറിൻ്റെ ഗുളിക കൊടുക്കാതെ പിന്നെ ബോധം പോയി സോഡിയം കുറഞ്ഞിട്ടില്ല, സ്ട്രോക്കായിട്ടാണ് വരിക. അപ്പം അതുകൊണ്ട് അതിൻ്റെ സ്ഥിരം ഗുളികകളൊക്കെ അതേപോലെ തന്നെ തുടർന്ന് കൊടുക്കണം. എക്കോസ്പിരിൻ, ക്ലോപ്പിലെറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ നിർത്താൻ പറഞ്ഞ സമയം കഴിഞ്ഞാൽ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ സോഡിയത്തിൻ്റെ കാര്യം. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ആ കടത്തം കടന്നിട്ട് തരിപ്പ് പോയിട്ട് അതേമാതിരി ന്യൂമോണിയ വന്നിട്ടാണ് തിരിച്ചു വരിക. അപ്പം അതിന് കൃത്യമായിട്ടുള്ള ഇരുത്തി പുറം കൊട്ടി കൊടുക്കുക. ഭക്ഷണമൊക്കെ ഇരുത്തിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂക്കിൽ ട്യൂബ് ഇട്ട് തന്നെ കൊടുക്കണം. ഈ മൂക്കിൽ ട്യൂബ് ഇട്ട് തന്നെ മരിച്ചാൽ നേരത്തുള്ളതല്ല, അത് ഭക്ഷണം കൃത്യമായിട്ട് കിട്ടാനുള്ളതാണ്. അപ്പം നല്ല സൗകര്യമാണ് ട്യൂബ് ഇട്ടാൽ. എൻ്റെ വല്യമ്മയൊക്കെ ട്യൂബ് ഇട്ടിട്ട് ട്യൂബ് ഊരാൻ സമ്മതിച്ചിട്ടില്ല. കാരണം തിന്നേണ്ട ഇടങ്ങാറില്ലല്ലോ. അവിടെ എല്ലാം കിട്ടും. അതിൽ എന്താണ് ഹോർലിക്സ്, ജ്യൂസ്, എല്ലാ സാധനങ്ങളും വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ കഴിക്കുക. ചവക്കും വേണ്ട, തിന്നും വേണ്ട, ഒരിടങ്ങാറും ഇല്ല. അപ്പം അതുകൊണ്ട് ട്യൂബ് ഊരാൻ സമ്മതിക്കില്ല. അപ്പോൾ ട്യൂബ് ഇട്ട് കൊടുക്കണം, അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് കയ്യിലെ സ്പൂണൊക്കെ കുത്തിത്തിരിക്കുന്ന കൊടുക്കുക ചെയ്യാം. അങ്ങനെ തരിപ്പ് പോയിട്ട് ന്യൂമോണിയ ആയിട്ടാണ് പിന്നെ വരിക. പിന്നെ ഒന്നുള്ളത് മൂത്രത്തിൻ്റെ ട്യൂബ് പലപ്പോഴും രോഗികൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഉമ്മാക്ക് എടുക്കണം എന്നുണ്ടാവും, മക്കൾ എടുക്കാൻ സമ്മതിക്കൂല. കാരണം എന്താ വെച്ചാൽ പിന്നെ പാത്രം വെച്ചെടുക്കുന്നതൊക്കെ നോക്കണ്ടേ. ചില ആൾക്കാർ ഓപ്പണായിട്ട് പറയും, നോക്കാൻ നിങ്ങൾ വിചാരിച്ച മാതിരി ഈ കണ്ട ആൾക്കാരെ കണ്ടുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് ആക്കിയിട്ട് കാര്യമില്ല, പെരി ചെന്നാൽ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ, എൻ്റെ പെരിക്കാണ് കൊണ്ടുവരാൻ പോകുന്നത്. പുറത്തൊക്കെ ഉണ്ടാവും. എല്ലാവരും സംസാരിക്കുമ്പോൾ പെണ്ണ് പുറത്ത് കുതിരി നമ്മൾ റൗണ്ട്സ് കഴിഞ്ഞ് പറയുമ്പോൾ രഹസ്യമായിട്ട് നമ്മളോട് പറയും എൻ്റെ പെരിക്കാണ് കൊണ്ടുപോകും, ഞാൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, ട്യൂബ് ഊരരുത് കേട്ടോ. അപ്പൊ മൂത്രത്തിന്റെ ട്യൂബ് ഊരാതെയാണ് പലപ്പോഴും വിടുക. അതൊരു സൗകര്യം തന്നെയാണ്. പക്ഷേ അത് കയറുന്ന സ്ഥലം കൃത്യമായിട്ട് ക്ലീൻ ആക്കണം. മൂത്രത്തിന്റെ ട്യൂബ് കയറുന്ന ശരീരത്തിന്റെ ആ ടച്ച് ആകുന്ന ഭാഗത്ത് അവിടെ ഇങ്ങനെ ഒച്ചുടിച്ചിട്ട് ആണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇൻഫെക്ഷൻ വരിക. അപ്പൊ അത് ബീറ്റാഡിനോണ്ടോ ഈ പറഞ്ഞ എന്തെങ്കിലും രോഗമുക്തമാക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം, ഒരു 2-3 നേരം അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. അവിടെ ഒച്ചു പിടിച്ച് നിൽക്കാൻ
സമ്മതിക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ട്യൂബിനൊക്കെ ഒരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ ട്യൂബ് മാറ്റണം. അപ്പോൾ മൂത്രത്തിൽ പഴുപ്പായിട്ട് ഇപ്പം ഇന്ന് റൗണ്ട്സിന് ചെല്ലുമ്പം കൂടെ നിൽക്കുന്ന ആൾ പറയാം, മൂപ്പര് സുബൈക്ക് നീച്ച് നോക്കുമ്പോൾ ഉമ്മ നിലത്ത് കുത്തിരുന്നിട്ട് തസ്ബി അല്ലി കുത്തിരിക്കണം. ഏത് ഇന്നലെ സർജറി കഴിഞ്ഞ ഉമ്മ നിലത്ത് തസ്ബി അല്ലി കുത്തിരിക്കേണ്ടത്. അപ്പോൾ അയിമ CCTV ഇല്ലാത്തതുകൊണ്ട് ഉമ്മ വീണതാണോ ഉമ്മ ഇറങ്ങി ഇരുന്നതാണോ എന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. അപ്പൊ കൂടെ ഞാൻ പറഞ്ഞു വെച്ചാല് അങ്ങനെ എന്തൊരു പ്രായം കഴിഞ്ഞാൽ പൊതുവെ ചെന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അയിമൊന്ന് മറിയും കയറി മറിയൊക്കെ ചെയ്യും, പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ട് റെയിലുള്ള നോക്കാൻ ആള് കമ്മി. സാറേ പണ്ടൊക്കെ ഞാൻ കണ്ടിരുന്ന വെച്ചാൽ ഒരു മകൾ അപ്പുറത്തും ഒരു മകൾ ഇപ്പുറത്തും കിടന്നിട്ട് ഉമ്മയുടെ ലോക്കാക്കിയിട്ടാണ് രാത്രി കിടക്കുക. ഉമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ഇന്നിപ്പോൾ അങ്ങനെ കിടക്കാനൊന്നും ആൾക്കാരില്ലാത്തതുകൊണ്ട് ഉമ്മ അയിമൊന്ന് വീണിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റെയിലുള്ള ബെഡ് വാങ്ങാൻ കിട്ടും. ഞാളില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റെയിലുള്ള ബെഡ് കൊടുക്കുക. അതുകൊണ്ട് വീഴാതെയും നമ്മൾ നോക്കുക. അതേപോലെ തന്നെ ഒരിക്കൽ ഒരു ഉമ്മ രാത്രി ഉറങ്ങണില്ല, ഉമ്മ എങ്ങനെയായിട്ട് രാത്രി ഉമ്മക്ക് ഉറക്കം കിട്ടില്ല. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിച്ചു, എന്താ അമ്മ രാത്രി ഉറങ്ങാത്ത? ഉമ്മ എല്ലാവരും പുറത്താക്കിയിട്ട് ഞാൻ അമ്മാനോട് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞോട്, ഞാൻ ഒറ്റക്കാണ് കിടക്കണത്, ഞാൻ എങ്ങനെ ഒറ്റക്ക് കിടന്നാൽ ചൊർക്കം വരും ചോദിച്ചു. അപ്പം അന്ന് വേനൽക്കാലിന്. അപ്പം ഞാൻ മൂത്ത മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ലൊരു AC മാൻ റൂമിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു AC മാൻ റൂമിൽ വെച്ചു. എല്ലാ പേരക്കുട്ടികളും ഇപ്പം മാൻ റൂമിലാണ് കിടക്കണത്. അതുകൊണ്ട് പേരയിൽ രാത്രി ഉമ്മാൻ്റെ അടുത്ത് ആളില്ലാത്ത പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ വയസ്സായാൽ ആള് ഒപ്പം കിടത്തണം, വീഴാതെ നോക്കണം, മൂത്രത്തിന് ട്യൂബ് ക്ലീൻ ആക്കണം, സോഡിയം കുറയരുത്, പ്രഷറിന്റെ മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ ഡോക്ടറോടുകൾ കൃത്യമായിട്ട് ചോദിച്ച് ഇരുത്തണോ കിടത്തണോ നടത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അതിനായിട്ടുള്ള റീഹാബിലിറ്റേഷൻ കൊടുക്കണം. അല്ലാതെ സർജറി കഴിഞ്ഞ് ബില്ലടച്ചു എന്നുള്ളത് കൊണ്ടും ഉത്തരവാദിത്തം അവസാനിക്കൂല. അതേപോലെ തന്നെ നിസ്കരിപ്പിക്കുക എന്നുള്ളത്, നിസ്കാരം നിർബന്ധമാണ്, അതൊരു കാലത്തും ഒഴിവാകൂല. പലപ്പോഴും നമ്മളെ ആൾക്കാർ ബില്ലടക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മൂത്രമല്ല നജസല്ല എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ പറ്റും ഒന്നുണ്ടാക്കി കൊടുത്തു. അത് ബോധം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ചെയ്താൽ മതിയാവും. ചിലപ്പോൾ ഒന്നുണ്ടാക്കി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ റക്കായത്ത് തെറ്റേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അതും കൂടി എന്ത് ചെയ്യാം, മുസ്ലിം എന്ന നിലക്ക് നമ്മൾ വാപ്പാനോടും ഉമ്മാനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുക.